വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുകയാണ് തലസ്ഥാനത്തേക്ക്. സമീപകാലത്തെങ്ങുമില്ലാത്ത നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് ഡൽഹി സാക്ഷിയാകുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ രൂപീകരണത്തിന് മുമ്പ് ഘടകകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ നടത്തുന്ന ശ്രമം, അതിന്റെ പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നേരത്തെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യവാചകം ചൊല്ലും. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഘടകകക്ഷി നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ഇതിനിടെ ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം അതിജീവിക്കാനുള്ള നീക്കം BJP ശക്തമാക്കി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDUവിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലെത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 അംഗങ്ങളും 1 സഹമന്ത്രി പദവിയും. NDAയിലെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം സമാനമാണ്. കഴിഞ്ഞ 10 വർഷം നേരിട്ട പോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJPയുടെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകുമെന്നാണ് BJP പ്രതീക്ഷ. റോഡ്, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട, നഗരവികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം, ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ പട്ടിക. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി, ഇങ്ങനെയാണ് JDUവിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് ജിതിൻ റാം മാഞ്ചിയും JDSും ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDA മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി 16 അംഗങ്ങളുടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, JDS 2 എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷി നില. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. BJP അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന JP നഡ്ഡയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഇപ്പോഴത്തെ വകുപ്പുകളിൽ പരസ്പരം മാറ്റമുണ്ടാകും എന്നാണ് വിവരം. റെയിൽവേ വകുപ്പ് JDUവിനും ഗ്രാമവികസന വകുപ്പ് TDPക്കും നൽകാനാണ് ആലോചന. നിർമ്മല സീതാരാമന്റെ പ്രകടനം 2ാം മോദി സർക്കാരിൽ മികച്ചതായിരുന്നു. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന നിർമ്മല സീതാരാമനെ BJP അധ്യക്ഷയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. JP നദ്ദ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും. പ്രതിരോധ വകുപ്പ് അമിത്ഷായും ആഭ്യന്തരം രാജ്നാഥ് സിംഗുമാകും കൈകാര്യം ചെയ്യുക. 2ാം സർക്കാരിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, S ജയശങ്കർ മുതലായവരും 3ാം മന്ത്രിസഭയിൽ അംഗങ്ങളാകും. മുൻ നീതി ആയോഗ് തലവൻ അമിതാഭ് കാന്തിന്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. റോഡ്, ഗതാഗതം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിട, നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് ടെലികോം എന്നിവയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം. വ്യോമയാന വകുപ്പ് നൽകി കാര്യങ്ങൾ വരുതിയിൽ കൊണ്ടുവരാനാണ് BJP നീക്കം. നിതിൻ ഗഡ്കരി, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, ധർമ്മേന്ദ്ര പ്രധാൻ, ജിതേന്ദ്ര സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്ന് V മുരളീധരൻ തുടർന്നേക്കും. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ LJP എന്നിവരും കൂടുതൽ ഉപാധികൾ BJPക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം നേടും. 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിൽ ശക്തമായ പ്രതിപക്ഷ നിര തീർക്കാൻ ഇന്ത്യ മുന്നണി, TDPയും JDUവും കൂറുമാറുന്ന സാഹചര്യമുണ്ടായാൽ മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മുന്നണിയിൽ നിന്ന് MP-മാർ പോകാതിരിക്കാൻ ജാഗ്രത തുടരണമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ തീരുമാനിച്ചു. മോദിക്കെതിരായ ജനവിധിയെന്ന് വിലയിരുത്തിയ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം നിലവിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവിയിലെ സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ മുന്നണി നേതാക്കൾ തള്ളുന്നുമില്ല. TDPയുടെയും JDUവിന്റെയും കൂറുമാറ്റം ഇത്തവണയും ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. അതുപോലൊരു സാഹചര്യമുണ്ടായാൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാനും പുതിയ സർക്കാർ രൂപീകരണവും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട്. TDPയായും JDUവുമായും ബന്ധം പുലർത്താൻ ചില ദൂതരെ ഏർപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം.
ലോക്സഭയിൽ ശക്തമായി ഭരണപക്ഷത്തെ എതിർക്കാനുള്ള അംഗസംഖ്യ പ്രതിപക്ഷത്തിനുണ്ട്. ഇതാണ് മുന്നണിയുടെ ആത്മവിശ്വാസവും. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാവിയിൽ അനുകൂലമാകുമെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടി കൃത്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും NCP അജിത് പവാർ വിഭാഗം തൽക്കാലം NDA വിട്ടേക്കില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം എടുക്കേണ്ട എന്നാണ് കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനം. പ്രതിഷേധം ആദ്യ മുന്നണി യോഗത്തിൽ ഉന്നയിക്കാനാണ് ധാരണ. കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം കടുത്തു. തന്റെ ഭാര്യയെ മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് മത്സരത്തിനിറക്കിയത്. എന്നിട്ട് അവിടെ പോലും കാലുവാരി BJPയും ഷിൻഡെയും ചേർന്ന് തോൽപ്പിച്ചെന്നാണ് അജിത്തിന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ NDA യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്ന അജിത്ത് ഇന്ന് നേതൃയോഗം വിളിച്ചു. മുന്നണി വിടാൻ പ്രേരണയുണ്ടെങ്കിലും തൽക്കാലം അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ എന്നായിരുന്നു പൊതുവികാരം. മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കും. राष्ट्रवादी कांग्रेस पार्टी की कोर ग्रुप की बैठक राष्ट्रीय अध्यक्ष अजित दादा के नेतृत्व में वहाँ पे हो गई। लोकसभा के चुनाव के बारे में हमने वहाँ पे चर्चा की। हमारे सब साथियों ने उसके बारे में जिस कॉन्स्टिट्यूंसी में वो काम कर रहे थे उसके अनुभव वहाँ पे कथन किए। നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലപേശലില്ലാതെ അധിക സീറ്റ്, മന്ത്രിസഭാ വികസനം നടത്തി കൂടുതൽ മന്ത്രിസ്ഥാനം എന്നിവ മുന്നണിയിൽ നേടിയെടുക്കാനാണ് തീരുമാനം. വഴങ്ങാതെ വന്നാൽ മാത്രം മറ്റു വഴി തേടും. ഒപ്പമുള്ള MLA-മാരിൽ ചിലർ ശരത് പവാർ ക്യാമ്പുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണവും അജിത് വിഭാഗം തള്ളുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമെന്ന ബോധ്യം അജിത് പവാറിനുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ട് കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കരുത്തും അജിത്തിനിപ്പോൾ ഇല്ല. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണം നടന്നുവെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി. ആസൂത്രിതമായി നടന്ന കുംഭകോണത്തിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പങ്ക് കണ്ടെത്താൻ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. Whoever has made money as the stock market rose and also as the stock market crashed. And we are interested in having a joint parliamentary committee, a JPC, to investigate the role of the Prime Minister, the role of the Home Minister, role of BJP members, and also those people who have done these fake exit polls. And finally, we want to understand who are the people, these foreign investors, who did these trades. ഓഹരി വിപണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ടൈം ലൈൻ വിശദീകരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. വോട്ടെണ്ണുന്ന ജൂൺ 4 മുൻപ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താനുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആഹ്വാനങ്ങൾ ചൂണ്ടിക്കാട്ടി 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തിന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിക്ഷേപകർക്ക് ഉപദേശം നൽകി? വിപണിയിലെ നിക്ഷേപകരായ 5 കോടി കുടുംബങ്ങൾക്ക് നിക്ഷേപ ഉപദേശം നൽകലാണോ അവരുടെ ജോലി? വിപണിയിൽ കൃത്രിമം കാണിച്ചതിന് സെബി അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ചാനലിന് തന്നെ എന്തിന് 2 അഭിമുഖങ്ങളും നൽകി? BJPയും വ്യാജ എക്സിറ്റ് പോളുകാരും സംശയകരമായി എക്സിറ്റ് പോൾ ദിവസം വിപണിയിലെത്തി കോടികളുടെ നേട്ടമുണ്ടാക്കിയ വിദേശ നിക്ഷേപകരും തമ്മിലുള്ള ബന്ധമെന്ത്? NDTVക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും നൽകിയ അഭിമുഖങ്ങളിലാണ് ജനങ്ങളോട് ഓഹരി നിക്ഷേപം നടത്താൻ ആവശ്യപ്പെട്ടത്. इसको चुनाव के साथ जोड़ना नहीं चाहिए. खैर अफवाहों के कारण ऐसा हुआ भी होगा तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो सूट अप करेगा. 4 जून जैसा आपने कहा, जिस दिन चुनाव का नतीजा आएगा कि यानी भारत का स्टॉक मार्केट के लिए उसके सारे जो प्रोग्रामिंग वाले सारे उनके थक जाएंगे. തുടർന്ന് വന്ന എക്സിറ്റ് പോളുകൾ BJPക്ക് വലിയ വിജയം പ്രവചിക്കുകയും ചെയ്തു. BJPയുടെ ആഭ്യന്തര ഇന്റലിജൻസ് BJPക്ക് കുറവ് സീറ്റുകൾ പ്രവചിച്ചപ്പോഴും എന്തിന് എക്സിറ്റ് പോൾ ആശ്രയിച്ച് ഓഹരി നിക്ഷേപം നടത്താൻ സാധാരണക്കാരോട് ആവശ്യപ്പെട്ടുവെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എക്സിറ്റ് പോളിന് ശേഷം സർവകാല റെക്കോർഡുകൾ കടന്ന് വിപണി കുതിച്ചപ്പോൾ വമ്പൻ നേട്ടമുണ്ടാക്കിയത് സംശയകരമായി വിപണിയിൽ പ്രത്യക്ഷപ്പെട്ട ചില നിക്ഷേപകരായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ 5 കോടി കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ കീശയിൽ നിന്ന് ചോർന്നുപോയത് 30 ലക്ഷം രൂപയായിരുന്നു.
ഫലപ്രഖ്യാപന ദിവസം വിപണികൾ കൂപ്പുകുത്തിയപ്പോൾ സാധാരണക്കാരായ നിക്ഷേപകർക്കുണ്ടായ നഷ്ടവും ഗ്രാഫിന്റെ സഹായത്തോടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി BJP രംഗത്തെത്തി. BJP നേടിയ മൂന്നാം ജയത്തിൽ രാഹുൽ അസ്വസ്ഥനെന്ന് പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. लोकसभा चुनाव में विपक्ष की हार की हताशा से अभी तक शायद राहुल गांधी जी उभरे नहीं है. अब वो मार्केट के इन्वेस्टर्स को भी गुमराह करने की साजिश रच रहे हैं. സെൻട്രൽ ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നിരയിലിരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണം എന്ന ആവശ്യം ശക്തമാണ്. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ സ്വീകരിക്കും. പാർലമെന്റിൽ പ്രതിപക്ഷ ഇരിപ്പിടത്തേക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യാ സഖ്യം ധാരണയിലെത്തിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നത്. 52 നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019 പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. മോദി സർക്കാരിനെതിരായ ശക്തമായ നിലപാടും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയും പാർട്ടിയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടിയതും സമ്മർദ്ദത്തിന് കാരണമാകും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനം വൈകാതെ അത് സംബന്ധിച്ച് ഏത് തീരുമാനം ഉണ്ടാകും. പൊതുവെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ആകണമെന്നാണ്. പക്ഷെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ നേടാനാകാത്തതിനാൽ 2014 മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദം ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൌധരി ഇക്കുറി പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾക്കും രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ചേരുന്ന പ്രവർത്തക സമിതി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എന്ന ഒറ്റ പേരിലേക്കാകും എത്തുക. 24 ഡൽഹി. കൂടിയാണ് യഥാർത്ഥ കണക്ക്. അതൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഡോക്ടർമാരുടെ ചട്ടവിരുദ്ധ സ്വകാര്യ പ്രാക്ടീസിനെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് റെയ്ഡ്. പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കിടെ 2 ഡോക്ടേഴ്സ് കടന്നുകളഞ്ഞു. ചട്ടവിരുദ്ധമായി പ്രാക്ടീസ് ചെയ്ത 6 ഡോക്ടേഴ്സിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്താണ് പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? എവിടെയൊക്കെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ശ്രീത്ത്? TK, ഇക്കാര്യത്തിൽ വിജിലൻസ് ഒരു പ്രാഥമിക വിവരം മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും നൽകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വകാര്യ പ്രാക്ടീസ് ഒരു ഘട്ടത്തിൽ പോലും അനുവദനീയമല്ല ജനറൽ ആശുപത്രിയിൽ എന്നത് ആരും പറയുന്നില്ല. പക്ഷേ ഈ സ്വന്തം വീടിനോടും ചേർന്ന സ്ഥലങ്ങളിൽ മാത്രമേ, സ്വന്തം വീട്ടിൽ വേണമെങ്കിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താം, അല്ലാത്തൊരു മേഖലയിൽ പോലും സ്വകാര്യ പ്രാക്ടീസ് നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ഈ ആശുപത്രി ചേർന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ആളുകൾ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നുണ്ട് എന്ന വിവരമാണ് വിജിലൻസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിലടക്കം ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ആ സമയത്താണ് പ്രാക്ടീസ് നടത്തിയിരുന്നൊരു ലാബിന് സമീപം പ്രാക്ടീസ് നടത്തിയിരുന്ന 2 ഡോക്ടേഴ്സ് ഇറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും 6 ഡോക്ടേഴ്സിനെതിരെ ഇത്തരത്തിൽ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ട് ഈ ഒരു ഘട്ടത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ഓടിയ ഡോക്ടേഴ്സിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പിനും ലഭ്യമായിട്ടുണ്ട്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും സംസ്ഥാന വ്യാപകമായ പരിശോധനയിൽ ഒരു ലിസ്റ്റ് ഈ ഒരു ഘട്ടത്തിൽ വിജിലൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റ് ഉടൻ തന്നെ ആരോഗ്യ മന്ത്രിക്കും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കും കൈമാറുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് സ്പേസ് എക്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ കുതിപ്പ് തുടരുകയാണ്. അല്പസമയത്തിനകം സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയും നാസയും അതുപോലെ ബോയിങ്ങും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം
അന്താരാഷ്ട്ര സ്പേസ് സെന്ററിനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബഹിരാകാശ നിലയത്തിലേക്ക് അത് എത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോറുമാണ് ഈ ബഹിരാകാശ പേടകത്തിലെ സഞ്ചാരികൾ. ഇതാദ്യമായിട്ടാണ് ബോയിങ് സ്റ്റാർലൈനറിന്റെ ഒരു പേടകം സഞ്ചാരികളുമായിട്ട് ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെ സ്വീകരിക്കുവാൻ ഇപ്പോൾ ആ നിലയത്തിലുള്ള മറ്റ് ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടാകും. 7 പേരാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അതിൽ 4 പേർ അമേരിക്കയിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളും 3 പേർ റഷ്യയിൽ നിന്നുള്ളവരുമാണ്. ഏകദേശം 8 ദിവസത്തോളം ഈ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച് പല കാര്യങ്ങളിലൂടെയൊക്കെ പോയതിനു ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് എത്തും. സൗത്ത് വെസ്റ്റിലുള്ള ഒരു മരുഭൂമിയിലായിരിക്കും പാരച്യൂട്ടിന്റെ സഹായത്തോടു കൂടി തിരിച്ച് ഈ ഭൂമിയിലേക്ക് സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോറും എത്തുക. ഈ യാത്രയിൽ അല്പം സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 വാൽവുകളിൽ നിന്ന് ഹീലിയം ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ സുനിതയും അതുപോലെ ബുച്ച് വിൽമോറും അതൊക്കെ പരിഹരിച്ചാണ് ഈ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല 2 സഞ്ചാരികളും ആവശ്യത്തിലധികം വിശ്രമിക്കുകയും അതുപോലെ ഉറങ്ങുകയൊക്കെ ചെയ്തതായിട്ടും നാസ പറയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിലായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എത്തുക. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അഭിമാന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ വിജയം എന്നുള്ള നിലയിൽ അതിനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും. വാർത്താമഴയിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. നരേന്ദ്രമോദിയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രിയാകാനില്ലെന്ന് നേതൃത്വത്തെ അറിയിക്കും. കേരളത്തിന് ഗുണകരമായ 10 വകുപ്പുകളുടെ ഏകോപനമാണ് ആഗ്രഹം. തൃശൂരിലെ ജനവിധിക്ക് അനാവശ്യ വ്യാഖ്യാനം നൽകേണ്ട എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എനിക്കെൻ്റെ നേതാക്കളെ നിഷേധിക്കാൻ, എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല. എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല. ഒരു വാദമുണ്ടാവും, ഒരാവശ്യപ്പെടലുണ്ടാവും, ആ സമയത്തൊരു വാദമുണ്ടാവും. അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല. എങ്കിലും ഞാൻ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. അത് അവർ അംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു 10 വകുപ്പുകളുടെയെങ്കിലും തലവന്മാരെ ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാനിവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയോടിടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ KPCC. കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. മുരളീധരൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വിശദമായ ചർച്ചയുണ്ടാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമാണ് കെ മുരളീധരൻ ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് KPCCയുടെ അനുനയ ശ്രമം. കെ മുരളീധരന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരൻ 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. കെ മുരളീധരനെ പൊതുരംഗത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അത് എല്ലാവരുടെയും ബാധ്യതയാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC അധ്യക്ഷൻ പ്രതികരിച്ചു. അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു, നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകണം. അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്, അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ നൽകാൻ തയ്യാറെന്ന് കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളിയ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? കെ കരുണാകരന്റെ മകൻ ഏത് സ്ഥാനത്തിനും ഫിറ്റാണെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും ഫിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല. ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും, തോൽവി ഉണ്ടാവും. MK രാഘവൻ മുരളീധരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും നേരത്തെ കുറ്റക്കാരനായി വിധിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കെ മുരളീധരൻ സജീവമാകണമെന്ന് UDF കൺവീനർ MM ഹസനും ആവശ്യപ്പെട്ടു. വയനാട് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് പാർട്ടി ആലോചിക്കുന്നത്. 24 കോഴിക്കോട്. ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. UDFന് സീറ്റ് കൂടിയത് താൽക്കാലിക പ്രതിഭാസമാണെന്നും EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി CPIM ഇഴകീറി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വ്യക്തമാക്കി.
രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ചയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് ഗീവർഗീസ് മാർ കൂർലോസ് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന വിലയിരുത്തലുകൾ ഉയരുമ്പോൾ CPIM കാര്യമായി പ്രതിരോധിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയപ്പാട് കോൺഗ്രസിനെ സഹായിച്ചുവെന്നും LDFന്റെയും CPIMന്റെയും അടിത്തറ ശക്തമാണെന്നും LDF കൺവീനർ EP ജയരാജൻ. ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ UDFന് സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമാണ്. ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിശോധിച്ച ശേഷം തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ല. BJP വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം LDF ഒരുക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ്. തിരുത്തൽ അനിവാര്യമാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂറും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.